ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെസിയസ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ സ്വല്പം വെള്ളം നല്ല വെട്ടി തിളങ്ങുന്ന രീതിയിൽ ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ക്യാരറ്റും ഉരുളൻകിഴങ്ങും ബീൻസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പും അതുപോലെ ഒരു 1/4 സ്പൂൺ മഞ്ഞളൂടെ ചേർത്ത ശേഷം നല്ലോണം ഒന്ന് 7 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കൊരു പാത്രം വെച്ച ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം ചേർത്ത ശേഷം ഇതിലേക്ക് നമുക്ക് സ്വല്പം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ചെറിയ മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒത്തിരി അങ്ങ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം അതിൻ്റെ പച്ചമണമൊക്കെ മാറത്തക്ക രീതിയിൽ ഒരു മീഡിയം പരുവത്തിലൊന്ന് ഫ്രൈ ആയാൽ മതി. ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, സ്വല്പം പെരുംജീരകം, പിന്നെ 5-6 അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഇളക്കി ഒന്ന് വേവാൻ വേണ്ടി ഒന്ന് സ്വല്പം വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് റെഡിയാക്കാം. ഈ സമയത്ത് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ മിക്സിയിലുള്ള ബാക്കി ഗ്രേവിയും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വേവാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ ഇത് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നല്ലവണ്ണം വെന്ത് നല്ലൊരു മണമൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്വല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണ് നെയ്യൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് നെയ്യ് ചേർക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. അങ്ങനെ നമ്മളിവിടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.